വെൽക്കം ടു എജൂസ് അക്കാഡമി. അപ്പൊ നമ്മുടെ JPHന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അതിന്റെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. 15-ാം തീയതി വരെ അപ്ലൈ ചെയ്യാം. അതുപോലെ DHSന്റെ ആണെങ്കിൽ 30-ാം തീയതി വരെ, ജനുവരി 30 വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പം ആരും വൈകിപ്പിക്കേണ്ട. അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ട്, അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്തോളൂ. സോ നമ്മൾ JPHN എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട്, അതോടൊപ്പം തന്നെ DME സ്റ്റാഫ് നഴ്സ് എക്സാം, ഓക്കെ, ഇത് രണ്ടും എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചെറിയൊരു ടോപ്പിക് ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ നിന്നുള്ള ഒരു ചെറിയ ടോപ്പിക്കാണ് മോഡ്സ് ഓഫ് ഡിസീസ് ട്രാൻസ്മിഷൻ. കേട്ടോ, മോഡ്സ് ഓഫ് ഡിസീസ് ട്രാൻസ്മിഷൻ. അപ്പൊ ഈ മോഡ്സ് ഓഫ് ഡിസീസ് ട്രാൻസ്മിഷൻ നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഇത് വളരെ സിമ്പിൾ ആണ്, വളരെ ചെറിയ ടോപ്പിക്കാണ്, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഞാൻ സമ്മതിക്കുന്നത് ചെറിയ ടോപ്പിക്കാണ്, പക്ഷെ ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ചില സമയം ഇവിടെ നിന്ന് കുറച്ച് ടെസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കും. അനേകം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അനേകം ഉദ്യോഗാർത്ഥികൾ അവർക്ക് അവിടെ മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇതിന് മുന്നേക്ക് അങ്ങനെ വന്ന് കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ആക്ച്വലി ഈ ടോപ്പിക് സെലക്ട് ചെയ്തത്, മോഡ്സ് ഓഫ് ഡിസീസ് ട്രാൻസ്മിഷൻ. അതോടൊപ്പം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ എജൂസ് അക്കാഡമിയിലെ നമ്മുടെ JPHന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബാച്ചും അതോടൊപ്പം തന്നെ DME സ്റ്റാഫ് നഴ്സിന്റെ ബാച്ചും റണ്ണിങ് ആണ്. അതിന്റെ അഡ്മിഷൻ ബാച്ചുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ ബാച്ച് നാളെ, അതായത് 4-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അഡ്മിഷൻ നടക്കുന്നുണ്ട്, നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പം ആർക്കെങ്കിലും ഇത് കാണുന്ന ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഒരു കാര്യം കൂടി, അതായത് നമ്മുടെ JPHന്റെ എക്സാമിന്റെ പ്രോബബിൾ ഡേറ്റ് വന്നിട്ടുണ്ടല്ലേ, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ ഈ മാസങ്ങളിൽ എപ്പോഴെങ്കിലും ആയിരിക്കും JPHന്റെ എക്സാം നടക്കുക. സ്റ്റാഫ് നഴ്സിന്റെ ജൂലൈ മുതൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും സേഫ്റ്റി എന്നുള്ള രീതിയിൽ എപ്പോഴാണ് ഫസ്റ്റ് ഏതാണ് പറഞ്ഞേക്കുന്നത് ആ മാസം തന്നെ നമ്മൾ കണ്ട് പഠിക്കുക കേട്ടോ. കാരണം നമ്മൾ അല്ലെങ്കിൽ നമുക്ക് വിചാരിക്കാം, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ, അപ്പൊ ജൂൺ 30-നായിരിക്കും എക്സാം എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. പക്ഷെ അങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. കാരണം ഏപ്രിൽ, മെയ്, ജൂൺ എന്ന് പറയുമ്പോൾ ഏപ്രിൽ 1-ാം തീയതി വേണമെങ്കിലും എക്സാം നടത്താം. അപ്പൊ നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർ ആയി ഇരുന്ന് കഴിഞ്ഞാൽ, ഈവൻ ഏപ്രിലിൽ നടക്കാതെ മെയ്യിൽ എങ്ങാനും എക്സാം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മന്ത് റിവിഷന് വേണ്ടി അല്ലെങ്കിൽ റിവൈസ് ചെയ്യാനുള്ള ടൈം കൂടെ കിട്ടും. സോ അതുകൊണ്ട് ആരും അങ്ങനെ പഠിത്തം മാറ്റി വെക്കരുത്. ഇപ്പൊ തന്നെ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. സോ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ അക്കാഡമിക് ഹെൽപ്പും ഞങ്ങൾ എജൂസ് അക്കാഡമി ആയിട്ട് നൽകുന്നതായിരിക്കും. സോ നമുക്ക് നമ്മുടെ ടോപ്പിക് ഡിസ്കഷനിലേക്ക് പോകാം, മോഡ്സ് ഓഫ് ഡിസീസ് ട്രാൻസ്മിഷൻ. സോ എങ്ങനെ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം? ആ പേര് പറയുന്ന പോലെ തന്നെ ഏത് രീതിയിലാണോ ഓരോ അസുഖവും ട്രാൻസ്മിറ്റ് ആകുന്നത് കേട്ടോ. കൂടാതെ തന്നെ നമ്മുടെ JPHN എക്സാമിന് കമ്മ്യൂണിറ്റിയിൽ നിന്ന് കുറച്ച് കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിറ്റി ടോപ്പിക് തന്നെ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് എടുത്തത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മോഡ്സ് ഓഫ് ഡിസീസ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക് പകരുന്ന മോഡ് അല്ലെങ്കിൽ പകരുന്ന രീതി ഏതാണ് എന്നാണ് നമ്മൾ ഇതിന്റെ അല്ലെങ്കിൽ ഈ മോഡ്സ് ഓഫ് ഡിസീസ് ട്രാൻസ്മിഷൻ എന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാല്ലേ, അതായത് നമുക്ക് ചിലപ്പോൾ നമ്മൾ കോവിഡ് ഒക്കെ വന്നപ്പോൾ കണ്ടതാണ്. ചിലപ്പോൾ നമ്മൾ തുമ്മുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഷേക്കൻഡ് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ തൊടുമ്പോഴോ ഒക്കെ ചിലപ്പം അസുഖമൊക്കെ വരാല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ കോണ്ടാക്ട് പ്രിക്കോഷൻസ് ഒക്കെ ഒത്തിരി എടുത്ത ആൾക്കാരാണ് അല്ലെ നമ്മള്. അപ്പം അതുപോലെ ആക്ച്വലി അത് മാത്രമല്ല, കോണ്ടാക്ട് മാത്രമല്ല, പല തരത്തിൽ നമുക്ക് ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യാം. അത് നമുക്ക് നോക്കാം. സോ മോഡ്സ് ഓഫ് ഡിസീസ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു വേരിയസ് ways the pathogens are spread. ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ പാത്തോജൻസ് സ്പ്രെഡ് ചെയ്യുന്നത് ഫ്രം വൺ ഹോസ്റ്റ് ടു അനദർ, ഒരു ഹോസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് വേറെ ഒരു വ്യക്തിയിലേക്ക് ഈ രോഗങ്ങൾ എങ്ങനെയാണ് പകരുന്നത്. സോ അതിനെയാണ് നമ്മൾ മോഡ്സ് ഓഫ് ഡിസീസ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ബ്രോഡായിട്ട് ദ മോഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു, ഈ മോഡ്സ് ഓഫ് ഡിസീസ് ട്രാൻസ്മിഷനെ ബ്രോഡായിട്ട് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ഡയറക്റ്റ് ട്രാൻസ്മിഷൻ കേട്ടോ. ഒന്നെന്താണ് ഡയറക്റ്റ് ട്രാൻസ്മിഷൻ, രണ്ടാമത്തേത് ഇൻഡയറക്ട് ട്രാൻസ്മിഷൻ. അങ്ങനെ രണ്ട് രീതിയിലുള്ള ട്രാൻസ്മിഷൻ ആണുള്ളത്. ഒന്ന് ഡയറക്റ്റ് ട്രാൻസ്മിഷനും രണ്ടാമത്തേത് ഇൻഡയറക്ട് ട്രാൻസ്മിഷനും കേട്ടോ. അപ്പം നമുക്ക് രണ്ട് രീതിയിലുള്ള രണ്ട് മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ആണുള്ളത്. ഒന്ന് നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്ട്. ഈ ഡയറക്റ്റ് ട്രാൻസ്മിഷനിൽ തന്നെ ഇനിയും കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ കേൾക്കുമ്പോൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല, ഇതിനകത്ത് ചെറിയ വീണ്ടും കാര്യങ്ങളുണ്ട്. സോ അപ്പൊ ഈ ഡയറക്റ്റ് ട്രാൻസ്മിഷന്റെ അകത്ത് വരുന്ന ഒരു മോഡാണ് ഡയറക്റ്റ് കോണ്ടാക്ട്. നമുക്കറിയല്ലേ, ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ സാധാരണ വ്യക്തികൾ തമ്മിൽ, അതായത് രോഗം ഉള്ള ഒരു വ്യക്തിയും
രോഗം ഇല്ലാത്ത ഒരു വ്യക്തിയുമായിട്ട് കോണ്ടാക്ട് വരുന്നതിലൂടെ പകരുന്ന മോഡിനെയാണ് നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഡയറക്റ്റ് ട്രാൻസ്മിഷൻ ആ സംഭവിക്കുന്നത് അല്ലെ. ഡയറക്റ്റ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ് ആ സംഭവിക്കുന്നത് occurs when there is immediate transfer of infectious agent from an infected individual to a susceptible host. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഇൻഫെക്ഷ്യസ് ഏജന്റ് തന്നെ ഏത് രോഗാണുവാണോ രോഗം പരത്തുന്നത്, ആ രോഗാണു തന്നെ ഒരാളിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക് പകരപ്പെടുകയാണ് ചെയ്യുന്നത്. എവിടെ? ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ. ശ്രദ്ധിക്കണം കേട്ടോ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ഈ ഇൻഫെക്ഷ്യസ് ഏജന്റ് ആണ് കേട്ടോ. അതായത് രോഗം പരത്തുന്ന രോഗാണുവാണ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക്. സസെപ്റ്റബിൾ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ ഇമ്മ്യൂൺ ആയിരിക്കില്ല, അയാൾക്ക് ഈ രോഗം വരാൻ എല്ലാ സാധ്യതയുണ്ട്. അതിനാണ് നമ്മൾ സസെപ്റ്റബിൾ ഹോസ്റ്റ് എന്ന് പറയുന്നത്. സോ ആ സസെപ്റ്റബിൾ ഹോസ്റ്റിലേക്ക് ആരാ പോകുന്നത്? ഇൻഫെക്ഷ്യസ് ഏജന്റ് പോകുന്നു. അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഇതിന് വേറൊരു പേര് കൂടെ ഉണ്ട്, ഓൾസോ നോൺ ആസ് കണ്ടേജിയസ് ഡിസീസ്. എന്താണ് കണ്ടേജിയസ് ഡിസീസ്? ഡിസീസ് ദാറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ കോണ്ടാക്ട്. ഓക്കെ, അതായത് കോണ്ടാക്റ്റിലൂടെ അല്ലെങ്കിൽ സ്പർശനത്തിലൂടെ രോഗം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടേജിയസ് ഡിസീസ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് പേഴ്സൺ ടു പേഴ്സൺ കോണ്ടാക്ട്. അതായത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മൾ ഏത് രീതിയിലുള്ള കോണ്ടാക്ട് വന്നു കഴിഞ്ഞാലും അസുഖങ്ങൾ വരാം. അതിനാണ് ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. സോ ഈ കോണ്ടാക്ട് എന്തൊക്കെയായിരിക്കാം? ഇത് ഇറ്റ് കാൻ ബി സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട്. ഇത് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് ആയിരിക്കും. അതായത് നമ്മൾ ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു, അപ്പൊ എന്താണ്? സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് വരുന്നത് അല്ലേ. സോ ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷ്യസ് ഏജന്റ് ലൈക്ക് എന്താണ്? സ്റ്റാഫൈലോകോക്കസ് ഓറിയസ് ഓർ ഫംഗൽ ഇൻഫെക്ഷൻസ്. അതെങ്ങനെ വരുന്നത്? സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റിലാണ് വരുന്നത്. അതുകൂടാതെ മ്യൂക്കോസൽ കോണ്ടാക്റ്റിൽ വരാം. എന്താണ്? മ്യൂക്കോസ അതായത് രണ്ട് വ്യക്തികളുടെ മ്യൂക്കോസ തമ്മിൽ കോണ്ടാക്ട് വരുമ്പോൾ പകരപ്പെടുന്ന അസുഖങ്ങൾ അതും ഈ ഡയറക്റ്റ് കോണ്ടാക്റ്റിലാണ് വരുന്നത്. അത് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ മ്യൂക്കോസൽ കോണ്ടാക്ട്, സ്പ്രെഡ് ഓഫ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് അല്ലെ. നമുക്ക് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ആയ HIV, ഗണേറിയ, സിഫിലിസ്, ഇതൊക്കെ എന്താണ്? ഇത് മ്യൂക്കോസൽ കോണ്ടാക്ട് വഴിയാ വരുന്നത്. അപ്പൊ ഇതും ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഡ്രോപ്ലെറ്റ് കേട്ടോ. ഡ്രോപ്ലെറ്റ് ഇത് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്നില്ല, പക്ഷെ ഇത് ഡയറക്റ്റ് ട്രാൻസ്മിഷനിൽ വരുന്നതാണ്. ഡയറക്റ്റ് ട്രാൻസ്മിഷൻ ഞാൻ പറഞ്ഞുതരാം, അതിന്റെ റീസൺ പറഞ്ഞുതരാം. സോ നമ്മൾ ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നും, ഈ ഡ്രോപ്ലെറ്റ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ട്രാൻസ്മിഷൻ ആണോ ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ ആണോ എന്നൊക്കെ തോന്നും. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡ്രോപ്ലെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഒരു ഡയറക്റ്റ് ട്രാൻസ്മിഷൻ. ഓക്കെ, ഡയറക്റ്റ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസിന് എക്സാമ്പിൾ ആണ് എന്ത്? ഈ ഡ്രോപ്ലെറ്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഡ്രോപ്ലെറ്റ്. അപ്പൊ എന്താണ്? ലാർജ് റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ്. ഇവിടെ ഈ ഡ്രോപ്ലെറ്റ്സ് എന്ന് പറയുന്നത് അത് ലാർജ് ആയിരിക്കും, അതിന്റെ സൈസ് ലാർജ് ആയിരിക്കും. എക്സ്പെൽഡ് ഡ്യൂറിങ് കോഫിംഗ്, നമ്മൾ ചുമയ്ക്കുമ്പോഴോ സ്നീസിങ് തുമ്മുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോഴോ ടോക്കിംഗ് ക്യാൻ ട്രാൻസ്മിറ്റ് ഡിസീസസ് ടു ഇൻഡിവിജ്വൽസ് വിത്തിൻ ക്ലോസ് പ്രോക്സിമിറ്റി. അതായത് ഒരു വ്യക്തി ഇവിടെ ഇരിക്കുന്നു, അടുത്ത വ്യക്തി ഇവിടെ ഇരിക്കുന്നു, ഇവർ തമ്മിൽ അധികം അകലമില്ല, അധികം ഡിസ്റ്റൻസ് ഇവർ തമ്മിലില്ല. അപ്പം ചുമയ്ക്കുക, തുമ്മുക അല്ലെങ്കിൽ സംസാരിക്കുക, അപ്പൊ എന്ത് സംഭവിക്കും? അപ്പം ഈ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സിലൂടെ നമ്മുടെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഓർഗാനിസം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരപ്പെടുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്പ്രെഡ് ഓഫ് ദ ഡിസീസ് അല്ലെങ്കിൽ ഡിസീസിന്റെ പോസിറ്റീവ് ഓർഗാനിസം സ്പ്രെഡ് ചെയ്യാൻ കുറച്ച് ഡിസ്റ്റൻസ് വേണം. അതായത് ഡിസ്റ്റൻസ് വളരെ കുറച്ച് മതിയാവും അല്ലെ. സോ ദ ഡിസ്റ്റൻസ് ഈസ് ബിറ്റ്വീൻ 30 to 60 സെന്റിമീറ്റർ, അതായത് 30 മുതൽ 60 സെന്റിമീറ്ററിന് അകം ആണ് ഈ രണ്ട് വ്യക്തികളും അടുത്തിരിക്കുന്നത് എങ്കിൽ അവർക്ക് ഡിസീസ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഏത് തരത്തിലുള്ള ട്രാൻസ്മിഷൻ ആണ്? ഡയറക്റ്റ് ട്രാൻസ്മിഷൻ ആണ്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഈ ഡ്രോപ്ലെറ്റ് വഴി പകരാവുന്ന ഡിസീസ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. എപ്പോ ഈ വ്യക്തികൾ 30 സെന്റിമീറ്റർ മുതൽ 60 സെന്റിമീറ്റർ വരെയുള്ള ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത് എങ്കിൽ. കുറച്ചുകൂടെ ബ്രോഡായിട്ട് പറഞ്ഞാൽ ലെസ് ദാൻ 1 മീറ്റർ. ഓക്കെ, നമുക്ക് എക്സാമിന് ചോദിക്കും ചിലപ്പോ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ പകരാൻ ഈ വ്യക്തികൾ
ഇൻഡിവിജ്വൽസ് തമ്മിൽ എത്ര ഡിസ്റ്റൻസ് മതിയാകും ചോദിച്ചു കഴിഞ്ഞാൽ ലെസ് ദാൻ 1 മീറ്റർ ആണ് കേട്ടോ. ലെസ് ദാൻ 1 മീറ്റർ അല്ല, കുറച്ചുകൂടി സ്പെസിഫിക് ആയാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നതെങ്കിൽ അത് 30 to 60 എന്നായിരിക്കും. ആൻഡ് ദ സൈസ് ഓഫ് ദ ഡ്രോപ്ലെറ്റ്, ഓക്കെ, ഈ ഡ്രോപ്ലെറ്റിന്റെ സൈസ് എത്രയായിരിക്കും? ലെസ് ദാൻ 10 മൈക്രോൺ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ രണ്ട് കാര്യവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷന്റെ ഈ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾസ് ദാറ്റ് ക്യാൻ കോസ് ഇൻഫെക്ഷൻ, രോഗം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാവുന്ന രീതി. അപ്പം നമ്മൾ തുമ്മുമ്പോൾ എന്താണ് സെക്രീഷൻസ് പോകും അല്ലേ? സോ ആ സെക്രീഷൻസ് ലെസ് ദാൻ 10 മൈക്രോൺസ് ആണ് എന്നുണ്ടെങ്കിൽ ഇത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരപ്പെടാം. അതേസമയം വളരെ വലുതാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇത് ഇത്രയും ദൂരം പോകത്തില്ല, 30 സെന്റിമീറ്റർ പോകത്തില്ല, അപ്പൊ തന്നെ താഴേക്ക് പതിക്കും അല്ലേ? സോ ഇതാണ് അതിന്റെ മെക്കാനിസം എന്ന് പറയുക. സോ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് TB, ട്യൂബർകുലോസിസ്, ദെൻ ഡിഫ്തീരിയ, whooping cough, common cold. ഇതൊക്കെ എന്താണ്? ഡ്രോപ്ലെറ്റ്. ഓക്കെ, ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷന് എക്സാമ്പിൾ ആണ്. നമ്മൾ ഇതിന്റെ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ പറയും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഡ്രോപ്ലെറ്റ് ഇത്ര സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്. നിങ്ങൾക്ക് തമ്മിൽ മാറിപ്പോകരുത്, ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ ഞാൻ പറയും. സോ ഇനി അടുത്ത ഒരു ഡയറക്റ്റ് ട്രാൻസ്മിഷൻ എക്സാമ്പിൾ ആണ് ഇത് ഇനോക്കുലേഷൻ. ഓക്കെ, ഇനോക്കുലേഷൻ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? ഇനോക്കുലേഷൻ എന്ന് പറഞ്ഞാൽ സിമിലർ ടു ഇഞ്ചക്ഷൻ, അങ്ങനെ ഓർത്താൽ മതി. അല്ലേ, ഇഞ്ചക്ഷൻ. സോ സിമിലർ ടു ഇഞ്ചക്ഷന് സമാനമാണ് ഈ ഇനോക്കുലേഷൻ, അങ്ങനെ തന്നെ ഓർത്തിരുന്നാൽ മതി. അപ്പം ഇനോക്കുലേഷൻ ഇൻറ്റു സ്കിൻ ഓർ മ്യൂക്കോസ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഒരു എക്സാമിന് ചോദിച്ചതാണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇനോക്കുലേഷൻ ഇൻറ്റു സ്കിൻ ഓർ മ്യൂക്കോസ. ഇനോക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സംതിങ് ദാറ്റ് ഇസ് ഇൻസേർട്ടിങ്, ഉള്ളിലേക്ക് തുളച്ചു കയറുന്നതിനെയാണ് നമ്മൾ ഇനോക്കുലേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്? റേബീസ് എങ്ങനെ പകരുന്നത് എല്ലാവർക്കും അറിയാലേ? ഡോഗ് ബൈറ്റ്, അതായത് റാബീസ് ഉള്ള ഒരു ഡോഗ് വന്നിട്ട് ഇല്ലാത്തൊരു വ്യക്തിയെ കടിക്കുമ്പോൾ അയാൾക്ക് എന്ത് വരുന്നു? റേബീസ് വരുന്നു. സോ അത് ഇനോക്കുലേഷൻ എക്സാമ്പിൾ ആണ്. അതുപോലെ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി അറിയാം അല്ലെ? നമ്മൾ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വളരെ പ്രോൺ ആണ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറിക്ക്. അപ്പം ഇതുപോലെ സെയിം ഇൻഫെക്ഷൻ ഉള്ള ഒരു വ്യക്തി, ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ ഉള്ള ഒരു വ്യക്തിയെ ഇഞ്ചക്ട് ചെയ്തിട്ട് ആ നീഡിൽ ആക്സിഡന്റലി വേറെ ഒരു വ്യക്തിക്ക് കുത്തുകൊള്ളുന്നു, അപ്പോഴും ഈ ഹെപ്പറ്റൈറ്റിസ് ബി പകരാം. അതും ഇനോക്കുലേഷൻ എക്സാമ്പിൾ ആണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനോക്കുലേഷൻ, ഇഞ്ചക്ഷൻ അങ്ങനെ തന്നെ ഓർത്തിരുന്നാൽ മതി. ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ റാബീസിലും ഇഞ്ചക്ഷൻ ആണ്, അത് കുത്തിവെക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്. ഈ റാബീഡ് ഡോഗ് വേറൊരു വ്യക്തിയെ പോയിട്ട് അത് കടിക്കുക ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് അഗൈൻ ഡയറക്റ്റ് ട്രാൻസ്മിഷന് ഒരു ടൈപ്പ് ആണ് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ. എന്താണ് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ? റെഫേഴ്സ് ടു ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷ്യസ് ഏജന്റ് ഫ്രം എ പാരന്റ്, ടിപ്പിക്കലി ദ മദർ, ടു ദെയർ ഓഫ്സ്പ്രിങ്. അതായത് പാരന്റ് അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഈ രോഗം പകരപ്പെടുന്നു. എപ്പോഴെങ്കിലും പകരപ്പെട്ടാൽ പോരാ, ഡ്യൂറിങ് പ്രഗ്നൻസി, ഓക്കെ, ഗർഭാവസ്ഥയിലായിരിക്കണം, അല്ലെങ്കിൽ ഡ്യൂറിങ് ചൈൽഡ് ബർത്ത്, കുട്ടിക്ക് ജന്മം കൊടുക്കുന്ന സമയത്തായിരിക്കണം, അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സമയത്ത് അമ്മയിൽ നിന്ന് കുഞ്ഞിന് രോഗം പകരുന്നതിന് നമ്മൾ എന്ത് പറയും? വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ കേട്ടോ. വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ് എന്ന് പറയും കേട്ടോ. ഓർത്തിരിക്കുക, ചോദിക്കാം ഇവിടെ നിന്ന്. സോ നമുക്ക് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള 3 ടൈപ്സ് ഓഫ് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് ഇൻ യൂട്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് അല്ലേ? എന്ന് പറഞ്ഞാൽ ഇൻസൈഡ്, അകത്ത്. യൂട്രോ എന്ന് പറഞ്ഞാൽ യൂട്രസ്. അപ്പം യൂട്രസിനകത്ത് കുഞ്ഞിരിക്കുമ്പോൾ അമ്മയിൽ നിന്ന് കുഞ്ഞിന് അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ ഇൻ യൂട്രോ ട്രാൻസ്മിഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ഡ്യൂറിങ് ചൈൽഡ് ബർത്ത്, അതായത് കുഞ്ഞിനെ ജന്മം കൊടുക്കുന്ന പ്രക്രിയ അല്ലെങ്കിൽ ഡെലിവറിയുടെ സമയത്ത്, അല്ലെങ്കിൽ ത്രൂ ബ്രസ്റ്റ് ഫീഡിങ്, അമ്മയ്ക്ക് കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുന്ന സമയത്ത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ഇൻഫെക്ഷൻ നമ്മൾ എന്ത് പറയും? വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ എന്ന് പറയും. സോ ഇൻ യൂട്രോ അല്ലെങ്കിൽ പ്ലാസെന്റൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാസെന്റൽ ട്രാൻസ്മിഷൻ എന്നൊക്കെ നമ്മൾ പറയും. അതെന്താണ്? ദ പാത്തോജൻ ക്രോസസ് ദ പ്ലാസെന്റ ഡ്യൂറിങ് പ്രഗ്നൻസി. ഈ പ്രഗ്നൻസിയുടെ സമയത്ത് തന്നെ പാത്തോജൻ, ഈ രോഗാണു എന്ത് ചെയ്യും? പ്ലാസന്റെ ക്രോസ് ചെയ്ത് കുഞ്ഞിന് അസുഖം വരും. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് അമ്മമാർക്ക് ചില ഇൻഫെക്ഷൻസ് ഒന്നും വരരുത് എന്ന് പറയും. കാരണം എന്താണ്? അമ്മയ്ക്ക് ആ രോഗം അമ്മയുടെ ഗർഭാവസ്ഥയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിലേക്ക് ആ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പറയുന്നത്. സോ ഇൻ യൂട്രോക്ക് എക്സാമ്പിൾ, ഈ എക്സാമ്പിൾസ് ഇന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. എന്താണ് എക്സാമ്പിൾ ആയിട്ട് വരിക? ഒന്ന് റുബല്ല, 2 സിഫിലിസ്, പിന്നെ സിക്ക വൈറസ്, പിന്നെ CMV വൈറസ്, അതായത് സൈറ്റോമെഗാലോ വൈറസ്. ഇതൊക്കെ ഇൻ യൂട്രോ ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഡ്യൂറിങ് ചൈൽഡ് ബർത്ത്, അതായത് കുഞ്ഞിന്
ജന്മം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഡെലിവറിയുടെ സമയത്ത് അതിനെന്ത് പറയും? പെരിനേറ്റൽ ട്രാൻസ്മിഷൻ എന്ന് പറയും. ദ പാത്തോജൻ ഈസ് ട്രാൻസ്മിറ്റഡ് ആസ് ദ ബേബി പാസസ് ത്രൂ ദ ബർത്ത് കനാൽ. ബർത്ത് കനാലിലൂടെ കുഞ്ഞ് പാസ് ചെയ്യപ്പെടുമ്പോ എന്ത് പറ്റുന്നു? ഈ പാത്തോജൻ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. സോ അതെന്താണ്? ഡ്യൂറിങ് ചൈൽഡ് ബർത്ത്. എക്സാമ്പിൾ HIV. ഓക്കെ, HIV, then HSV, ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസ്, ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ. ഇതൊക്കെ എന്താണ്? കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അമ്മയിൽ നിന്ന് കുഞ്ഞിന് കിട്ടാവുന്ന രോഗങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ഡ്യൂറിങ് ചൈൽഡ് ബർത്ത്. മൂന്നാമത്തേത് ത്രൂ ബ്രസ്റ്റ് ഫീഡിങ്, അതായത് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിന് രോഗം ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാം. എന്താണ്? പോസ്റ്റ് നാറ്റൽ ട്രാൻസ്മിഷൻ. ദ പാത്തോജൻ ഈസ് പാസ്ഡ് വയ ബ്രസ്റ്റ് മിൽക്ക്. അമ്മയുടെ ബ്രസ്റ്റ് മിൽക്കിലൂടെ ഈ രോഗാണു കുഞ്ഞിലേക്ക് വരുന്നു. എക്സാമ്പിൾ എന്താണ്? HIV, then ഹ്യൂമൻ T cell leukemia virus. ഓക്കെ, ഹ്യൂമൻ T cell leukemia virus 1. സോ ഇതൊക്കെ ത്രൂ ബ്രസ്റ്റ് ഫീഡിങ് വഴി കുഞ്ഞിന് കിട്ടാം. സോ ഇതൊക്കെ എന്തായിരുന്നു? ഡയറക്റ്റ് ട്രാൻസ്മിഷന്റെ എക്സാമ്പിൾസ് ആയിരുന്നു അല്ലെങ്കിൽ ടൈപ്സ് ആയിരുന്നു നമ്മൾ ഇതുവരെ കണ്ടത്. സോ നെക്സ്റ്റ് എന്തായിരുന്നു? ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ. കേട്ടോ, ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ. ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് നമ്മൾ ഇങ്ങനെ എന്താണ് ഷേക്കൻഡ് കൊടുക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കോ അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ അതിനൊരു വെക്ടർ വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഇതിനൊരു രോഗവാഹകൻ വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഈ രോഗം ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുക. അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. സോ യൂഷ്വലി ഇതിന് വേറൊരു പേരോട് ഉണ്ട്. എന്താണ്? വെഹിക്കിൾ ബോൺ. വെഹിക്കിൾ ബോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രോഗം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരാനായിട്ട് എന്തെങ്കിലും ഒരു വേ ഉണ്ടാകും, ഒരു വെഹിക്കിൾ ഉണ്ടാകും. സോ ത്രൂ ഫുഡ് ആണെങ്കിലോ നമുക്ക് വാട്ടറിലൂടെ പകരപ്പെടുന്ന അസുഖങ്ങളുണ്ട് അല്ലെ. അതായത് ഹെപ്പറ്റൈറ്റിസ് എ, ബ്ലഡിലൂടെ പകരപ്പെടുന്നതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി, പിന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റിന്റെ സമയത്തും ഒക്കെ അസുഖങ്ങൾ എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാം. സോ വെക്ടർ ബോൺ എന്ന് പറയുമ്പം എന്താണ് വെക്ടർ? വെക്ടർ ഈസ് എൻ ആർത്രോപോഡ് ഓർ എനി ലിവിംഗ് കാരിയർ ദാറ്റ് ട്രാൻസ്പോർട്ട് ആൻ ഇൻഫെക്ഷ്യസ് ഏജന്റ് ടു എ സസെപ്റ്റബിൾ ഏജന്റ്. ഒരു ഇൻഫെക്ഷ്യസ് ഏജന്റ് ഈ ഇൻഫെക്ഷൻ കിട്ടാൻ സാധ്യത ഉള്ളതിലേക്ക് ഒരു വെക്ടർ വഴി, എന്താണ് ആ വെക്ടർ? ഒരു ആർത്രോപോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിവിംഗ് കാരിയർ വഴി അസുഖം പാസ് ചെയ്യപ്പെടുന്നതിനാണ് നമ്മൾ വെക്ടർ ബോൺ എന്ന് പറയുക. സോ ഇവിടെയും ടൈപ്സ് ഉണ്ട്. സോ അതിന്റെ ഒരു ടൈപ്പാണ് ഈ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ അല്ലെങ്കിൽ എയർബോൺ എന്ന് പറയുക. ഓക്കെ, എയർബോൺ അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ. നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞു, ഡയറക്റ്റ് ട്രാൻസ്മിഷനിൽ പറഞ്ഞു, ഡ്രോപ്ലെറ്റ് പറഞ്ഞു അല്ലെ. ഡ്രോപ്ലെറ്റ് എന്തായിരുന്നു? <10 മൈക്രോൺ ആയിരുന്നു. ഡ്രോപ്ലെറ്റ് <10 മൈക്രോൺ ആയിരുന്നു. അതിന്റെ ഡിസ്റ്റൻസ് എന്തായിരുന്നു? 30 to 60 സെന്റിമീറ്റേഴ്സ് അല്ലെങ്കിൽ <1 മീറ്റർ അല്ലെ, <1 മീറ്റർ. സോ അതെന്തായിരുന്നു? ഡയറക്റ്റ് ട്രാൻസ്മിഷൻ എക്സാമ്പിൾ ആയിരുന്നു. ഇവിടെ എന്താണ്? ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ. ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ എന്ന് പറയുമ്പോൾ അത് ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഡയറക്റ്റ് റെസിഡ്യൂ ഓഫ് ഡ്രോപ്ലെറ്റ്സ് ഓഫ് sneezed or cough particles from generated aerosols. അതായത് ഇവിടെ ഈ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ന്യൂക്ലിയയുടെ സൈസ് ഡ്രോപ്ലെറ്റിനെക്കാളും ചെറുതായിരിക്കണം. ഓക്കെ, അവിടെ <10 മൈക്രോൺ ആയിരുന്നു, ഇവിടെ 1 to 5 മൈക്രോൺ. അപ്പൊ എന്താണ്? ഇത് അതിനേക്കാളും വെയിറ്റ് കുറവാണ് ഈ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയയ്ക്ക് അല്ലേ. അപ്പൊ ഇതെന്ത് സംഭവിക്കും? ഇത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ നമ്മുടെ എയറിൽ കൂടുതൽ നേരം തങ്ങി നിൽക്കും അല്ലെ. കൂടുതൽ നേരം ഈ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ നമ്മുടെ എയറിൽ തങ്ങി നിൽക്കും. അപ്പൊ എന്താണ്? ഈ ഒരു വ്യക്തി അയാൾ കഫയോ സ്നീസിയോ ചെയ്തതിനു ശേഷം, രോഗമുള്ള വ്യക്തി കഫയോ സ്നീസിയോ ചെയ്തതിനു ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിലും വേറൊരു വ്യക്തിക്ക് രോഗം കിട്ടാൻ സാധ്യത കൂടുതലാണ്. എവിടെ? ഈ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ വഴി കിട്ടാനുള്ള അസുഖം. അപ്പൊ എക്സാമ്പിൾ എന്താണ്? ഇൻഫ്ലുവൻസ, ദെൻ കോവിഡ്, ദെൻ ചിക്കൻ ബോക്സ്, മീസിൽസ് ഒക്കെ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ. ഓക്കെ, ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയയ്ക്ക് എക്സാമ്പിൾ ആണ്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാറിപ്പോകരുത്, ഡ്രോപ്ലെറ്റും ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയയും തമ്മിൽ മാറിപ്പോകരുത്. നെക്സ്റ്റ്, ഫോമൈറ്റ് ബോൺ. എന്താണ് ഫോമൈറ്റ് എന്ന് പറയുന്നത്? അതായത് ജീവൻ ഇല്ലാത്ത ഏതെങ്കിലും ഒക്കെ പാർട്ടിക്കിൾസ് വഴി വഴി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന അസുഖങ്ങളാണ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നേരത്തെ ഡയറക്റ്റ് കോണ്ടാക്ട് പറഞ്ഞപ്പോൾ 2 വ്യക്തികൾ തമ്മിൽ കോണ്ടാക്ട് വരണം അല്ലെ. സോ ഇവിടെ അങ്ങനെയല്ല. കണ്ടാമിനേറ്റഡ് ഇൻആനിമേറ്റ് ഒബ്ജക്ട്സ്, അതായത് ഇപ്പം രോഗം ഉള്ള ഒരു വ്യക്തി യൂസ് ചെയ്ത പാത്രമോ അല്ലെ യൂസ് ചെയ്ത ടവലോ യൂസ് ചെയ്ത ടോയോ അത് വേറൊരു സസെപ്റ്റബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ അതുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ വരാവുന്ന അസുഖം ആണ് ഫോമൈറ്റ് ബോൺ എന്ന് പറയുക. അതൊരു ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ എക്സാമ്പിൾ ആണ്. സോ കണ്ടാമിനേറ്റഡ് ഇൻആനിമേറ്റ് ഒബ്ജക്ട്സ് ലൈക്ക് ടവൽസ്, cups,
then toys, door handle, etc. എക്സാമ്പിൾ എന്താണ്? ടൈഫോയിഡ്, സ്കിൻ, ഐ ഇൻഫെക്ഷൻ ഒക്കെ ഫോമേറ്റ് ബോണിന് എക്സാമ്പിൾ ആണ്. അത് ഒരു ഇൻഡയറക്ട് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ്. ദെൻ അൺക്ലീൻ ഹാൻഡ്സ് ആൻഡ് ഫിംഗേഴ്സ്, ഈ പറഞ്ഞ പോലെ അസുഖം ഉള്ള ഒരു വ്യക്തി ടച്ച് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും എപ്പോഴെങ്കിലും, അത് നമ്മൾ വീണ്ടും ആ സാധനങ്ങൾ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ അവിടെ പോയി ടച്ച് ചെയ്യുന്നു. സോ എക്സാമ്പിൾ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, ഡിസെൻട്രി, ഹെപ്പറ്റൈറ്റിസ് എ. ഇതിന്റെ കൂടാതെ 5F നമ്മൾ പറയും. ഇത് ഇമ്പോർട്ടന്റ് ആണ്. 5F സാധാരണ ചോദിക്കാറുണ്ട്. 5F എന്തൊക്കെയാണ് വരുന്നത്? ഫിംഗേഴ്സ്, ഫ്ലൈസ്, ഫോമേറ്റ്സ്, ഫുഡ് ആൻഡ് ഫ്ലൂയിഡ്. എന്തൊക്കെയാണ്? ഫിംഗേഴ്സ്, ഫ്ലൈസ്, ഫോമേറ്റ്സ്, ഫുഡ്, ഫ്ലൂയിഡ് ഒക്കെ 5F വരുന്നതാണ്. നെക്സ്റ്റ് ഒരു ഇൻഡയറക്ട് ട്രാൻസ്മിഷൻ എക്സാമ്പിൾ ആണ് വെക്ടർ ബോൺ. ഓക്കെ, വെക്ടർ ബോൺ എന്താണ്? വെക്ടർ ബോൺ അതില് വെക്ടർ ബോണിൽ വരുന്നതാണ് മെക്കാനിക്കൽ ട്രാൻസ്മിഷൻ, ട്രാൻസ്മിറ്റ് മെക്കാനിക്കലി ത്രൂ ദ വെക്ടർ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നേരത്തെ ഇൻഫെക്ഷ്യസ് ഏജന്റ് ആയിരുന്നു ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടത് അല്ലെ, ഡയറക്റ്റ് ആയിട്ട് ഇൻഫെക്ഷ്യസ് ഏജന്റ് ആയിരുന്നു അങ്ങോട്ട് പോയത്. ഇവിടെ എന്താണ്? ഇൻഫെക്ഷ്യസ് ഏജന്റ് ഒരു വെക്ടറിന്റെ പുറത്തുകൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു വെക്ടർ ഇൻഫെക്ഷ്യസ് ഏജന്റിനെ അങ്ങോട്ട് കൊണ്ടുപോവുക ചെയ്യുന്നത്. സോ ഇവിടെ മെക്കാനിക്കൽ ട്രാൻസ്മിഷനിലെ ട്രാൻസ്മിഷൻ സാധാരണ വെക്ടറിൽ കൂടെയാണ് സംഭവിക്കുന്നത്. there is no development. ഈ വെക്ടറിനകത്ത് ഈ മൈക്രോ ഓർഗാനിസത്തിന് ഡെവലപ്മെന്റോ മൾട്ടിപ്ലിക്കേഷനോ ഒന്നുമില്ല. ഈ വെക്ടറിനകത്ത് മൈക്രോ ഓർഗാനിസം കയറി കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, അത് ഡെവലപ്പ് ചെയ്യുന്നില്ല, നേരെ കൊണ്ടുപോയി മറ്റു വ്യക്തിക്ക് കൊടുക്കുക ചെയ്യുന്നത്. അതാണ് മെക്കാനിക്കൽ ട്രാൻസ്മിഷൻ. എക്സാമ്പിൾ ടൈഫോയിഡ് ഫീവർ. ടൈഫോയിഡ് ഫീവർ ഇവിടുത്തെ പാത്തോജൻ എന്താണ്? സാൽമോണല്ല ടൈഫി ആണ് ഈ ടൈഫോയിഡ് ഫീവർ ഉണ്ടാക്കുന്നത് അല്ലേ. അതിന്റെ വെക്ടർ എന്താണ്? ഫ്ലൈസ്. ഫ്ലൈസ് ഈ വെക്ടറിനെ എടുക്കും, അതായത് സാൽമോണല്ല ടൈഫിയെ എടുക്കും. എവിടെ നിന്ന് എടുക്കും? ഫീസസ്, അതായത് സ്റ്റൂളിൽ നിന്ന്. ഏതാണ്? ഈ ഇൻഫെക്റ്റഡ് വ്യക്തി, ഇൻഫെക്റ്റ് ആയ വ്യക്തി പാസ് ചെയ്ത സ്റ്റൂളിൽ നിന്ന് ഈ സാൽമോണല്ല ടൈഫിയെ ഈ ഫ്ലൈ പിക്ക് ചെയ്യും. എന്നിട്ട് ഇവൻ എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ഇറ്റ് ഓൺ ദ ഫുഡ് ഓർ വാട്ടർ, അതായത് ആഹാരത്തിലോ വെള്ളത്തിലോ കൊണ്ടുപോയിട്ട് ഈ സാൽമോണല്ല ടൈഫിയെ ഈ ഫ്ലൈ എന്ത് ചെയ്യും? അവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. സോ ആ വെള്ളം അല്ലെങ്കിൽ ആ ഫുഡ് റോ ആയിട്ട് കൺസ്യൂം ചെയ്യുന്ന വ്യക്തിക്ക് ഈ അസുഖം കിട്ടുന്നു. സോ അത് മെക്കാനിക്കൽ ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസിന്റെ എക്സാമ്പിൾ ആണ്. എന്താണ് എക്സാമ്പിൾ? ടൈഫോയിഡ് ഫീവർ. അതുകൂടാതെ തന്നെ നമുക്ക് ബയോളജിക്കൽ ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ് ഉണ്ട്. ബയോളജിക്കൽ ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു മെക്കാനിക്കൽ ട്രാൻസ്മിഷനിലെ രോഗാണുവിനെ കൊണ്ടുകൊടുക്കുക ചെയ്യുന്നത് ഈ വെക്ടറിനകത്ത് രോഗാണു ഡെവലപ്പ് ചെയ്യുന്നില്ല, മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. അതേസമയം ബയോളജിക്കൽ ട്രാൻസ്മിഷനിലെ ഈ വെക്ടറിനകത്ത് ഈ രോഗാണുവിന് കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നു. എന്തൊക്കെയാണത്? ബയോളജിക്കൽ ട്രാൻസ്മിഷൻ refers to the process by which an infectious agent എന്ത് ചെയ്യുന്നു? undergoes development, replication or maturation. എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്യപ്പെടുന്നു, റിപ്ലിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ മെച്ചുറേഷൻ ആകുന്നു, അത് വളരുന്നു. അതിന്റെ സെക്ഷൽ ഡെവലപ്മെന്റൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നു. അതിനാണ് മെച്ചുറേഷൻ എന്ന് പറയുന്നത്. വിത്തിൻ വെക്ടർ, യൂഷ്വലി ആൻഡ് ആർത്രോപോഡ്, ബിഫോർ ബീയിങ് ട്രാൻസ്മിറ്റഡ് ടു എ ഹോസ്റ്റ്. ഇതാണ് ബയോളജിക്കൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഇത് 3 തരത്തിലുണ്ട്. എന്തൊക്കെയാണ് ഇത് 3 തരത്തിലുള്ള ബയോളജിക്കൽ ട്രാൻസ്മിഷൻ? ഒന്ന് പ്രൊപ്പഗേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? only multiplication, അതായത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ മൈക്രോ ഓർഗാനിസം മാത്രമേ നടക്കുന്നുള്ളൂ. ഇതിലാണ് പ്രൊപ്പഗേറ്റീവ്. എക്സാമ്പിൾ പ്ലേഗ് ഇൻ റേറ്റ് ഫ്ലീ. ഓക്കെ, റേറ്റ് ഫ്ലീയില് പ്ലേഗ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒൺലി മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. രണ്ടാമത്തേത് സൈക്ലോ ഡെവലപ്മെന്റൽ. എന്താണ് സൈക്ലോ ഡെവലപ്മെന്റൽ? ഒൺലി ഡെവലപ്മെന്റ്, അതായത് ഡെവലപ്മെന്റ് മാത്രമേ നടക്കുന്നുള്ളൂ, മെച്ചുറേഷൻ നടക്കുന്നില്ല. എക്സാമ്പിൾ എന്താണ്? മൈക്രോ ഫൈലേറിയ ഇൻ ക്യൂലെക്സ്. മൂന്നാമത്തേത് സൈക്ലോ പ്രൊപ്പഗേറ്റീവ്. എന്താണ് സൈക്ലോ പ്രൊപ്പഗേറ്റീവ് എന്ന് പറയുന്നത്? ബോത്ത് ഡെവലപ്മെന്റ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, അതായത് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. ഇവിടെ സൈക്ലോ പ്രൊപ്പഗേറ്റീവിൽ എക്സാമ്പിൾ മലേറിയ ഇൻ മസ്കിറ്റോ. മസ്കിറ്റോ വരുന്ന മലേറിയ വരുന്ന മസ്കിറ്റോ അണ്ടറിൽ എന്താണ്? സൈക്ലോ പ്രൊപ്പഗേറ്റീവ് ചേഞ്ചസ് ആണ് നടക്കുന്നത്. സോ ഇത് എക്സാമ്പിൾ ഫോർ ബയോളജിക്കൽ ട്രാൻസ്മിഷൻ ആണ്. അപ്പൊ 3 എണ്ണമാണ്. എന്തൊക്കെയാണ്? പ്രൊപ്പഗേറ്റീവ്, ഒൺലി മൾട്ടിപ്ലിക്കേഷൻ, സൈക്ലോ ഡെവലപ്മെന്റ്, ഒൺലി ഡെവലപ്മെന്റ്, സൈക്ലോ പ്രൊപ്പഗേറ്റീവ്, ബോത്ത് ഡെവലപ്മെന്റ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. സോ ഇതാണ് ഡിഫറെന്റ് മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് പഠിച്ചോളൂ. ഞാൻ പറഞ്ഞു, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഏതൊക്കെ രീതിയിലാണ് ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അതിനാണ് നമ്മൾ മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ് എന്ന് പറയുന്നത്. ബ്രോഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തൊക്കെയാണ്? ഡയറക്റ്റ് ട്രാൻസ്മിഷനും ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷനും. സോ ഡയറക്റ്റ് ട്രാൻസ്മിഷനിൽ എന്തുണ്ട്? ഡയറക്റ്റ് ട്രാൻസ്മിഷനിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട് അല്ലെ, ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്. കൂടാതെ നമ്മുടെ മ്യൂക്കോസ വഴി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഡയറക്റ്റ് ട്രാൻസ്മിഷനിൽ വരുന്നതാണ്. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ ഉണ്ട്. ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ ഉണ്ട്. ദെൻ
അടുത്ത ഇനോക്കുലേഷൻ ഉണ്ട്. ഇനോക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇനോക്കുലേഷൻ ദ സ്കിൻ ഓർ മ്യൂക്കോസ, റാബീസ് ആണ് എക്സാമ്പിൾ. ഇതിന് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ ഉണ്ട്, അതും 3 തരത്തിലുണ്ട്. ഇൻ യൂട്രോ, ഡ്യൂറിങ് ചൈൽഡ് ബർത്ത്, ഡ്യൂറിങ് ബ്രസ്റ്റ് ഫീഡിങ്, അങ്ങനെ 3 തരത്തിലാണ് ഈ വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ വരുന്നത്. അഗൈൻ ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷനിൽ വെഹിക്കിൾ ബോൺ ആണ് വരുന്നത്. അതുകൂടാതെ വെക്ടർ ബോൺ ഉണ്ട്. ദെൻ വെക്ടർ ബോൺ കൂടാതെ വേറെ എന്താണ്, എയർ ബോൺ അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ, ഇമ്പോർട്ടന്റ് ആണ് ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ. പിന്നെ ഫോമൈറ്റ് ബോൺ ഉണ്ട്. ദെൻ അൺക്ലീൻ ഹാൻഡ്സ് ആൻഡ് ഫിംഗേഴ്സ്. ദെൻ വെക്ടർ ബോൺ, അതിനകത്ത് മെക്കാനിക്കൽ ട്രാൻസ്മിഷൻ ഉണ്ട്, ബയോളജിക്കൽ ട്രാൻസ്മിഷൻ ഉണ്ട്. ബയോളജിക്കൽ ട്രാൻസ്മിഷനകത്ത് വീണ്ടും 3 ഉണ്ട്, പ്രൊപ്പഗേറ്റീവ്, സൈക്ലോ ഡെവലപ്മെന്റൽ ആൻഡ് സൈക്ലോ പ്രൊപ്പഗേറ്റീവ്. സോ ഇതാണ് ഡിഫറെന്റ് മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. 2 എക്സാം, നമ്മുടെ APHN എക്സാമിനും സ്റ്റാഫ് നഴ്സ് DM എക്സാമിനും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ നിങ്ങൾ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് പഠിച്ചോളൂ. അതുകൂടാതെ മാക്സിമം റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് തന്നെ പഠിച്ചോളൂ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്മിഷൻ സപ്പോർട്ട് വേണം, നിങ്ങൾക്ക് കോച്ചിങ് എടുക്കണം താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ എഡ്യൂസ് അക്കാഡമി ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ എടുത്ത് നന്നായിട്ട് പഠിച്ച് മികച്ച റാങ്ക്, ഓക്കെ, ഒന്നാമത്തെ അതായത് മുകളിലേക്കുള്ള ടോപ്പ് റാങ്ക് തന്നെ മേടിച്ച് നിങ്ങൾക്ക് ജോലികൾ ഉടനെ തന്നെ ലഭിക്കാൻ ദൈവം അതിനുവേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.